ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ മന്ദാരം ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിറച്ച ആൾക്കാർ വന്നിട്ടാ. വിശേഷത്തിന് സങ്കടമുണ്ട്, സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മുഖം കണ്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ എൻ്റെ മക്കളൊക്കെ ഇത് കണ്ട വിഷമമുണ്ട്, സന്തോഷമുണ്ട് അവർക്ക് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ അനിയൻ പുറത്തോട്ട് പോകണം, സെർബിയക്കാണ് പോകണേ. അപ്പോൾ നമ്മൾ ഇന്നലെ പെട്ടി പാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോയിൽ. അതേ പെട്ടിയൊക്കെ പാക്കറ്റ് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ഛനവിടെ നിൽക്കണം കേട്ടോ. പിന്നെ അതേ എല്ലാ ചേട്ടന്മാരും കാര്യം ഫോട്ടോ ഒക്കെ എടുക്കുന്ന. പിന്നെ അതേ വെളിച്ചൻ്റെ മോൻ്റെ വണ്ടി വന്നപ്പോൾ പെട്ടിയൊക്കെ ഇതേ വണ്ടിയിൽ കയറ്റി. പിന്നെ എല്ലാവരും ഇതേ താഴത്തേക്ക് ഇറങ്ങിയിട്ട് അവനെ കൊണ്ടുവിടാനായിട്ട്. അപ്പോൾ ഇതേ എല്ലാവരും അവിടെ നോക്കി നിൽക്കണം, കയറണമെന്നൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ തറവാടമ്പലം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ റോട്ടിൽ കൂടെ കുറച്ചങ്ങോട്ട് പോകണം. അപ്പോൾ അമ്മ അനിയനെ കൂടി തറവാട്ടമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാമെന്ന് വെച്ചിട്ട് ഒരു നല്ല കാര്യമല്ലേ. അപ്പോൾ അവരങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ തറവാട്ടമ്പലം. അപ്പോൾ അവിടെ തൊഴുത് അമ്മയും അനിയനും കൂടെ ഇറങ്ങാനുണ്ട് കേട്ടോ. അവിടെ കാർ റോട്ടിലേക്ക് വന്നപ്പോൾ അവൻ്റെ കയ്യിൽ കയറുന്നുണ്ട്. നമ്മൾ 2 കാറാണ് കേട്ടോ പോയത്. ഇത് ഞങ്ങളുടെ കാർ അവിടെ കിടക്കണം. ഞങ്ങളുടെ കാറിൽ ഞാനും ചേട്ടനും പിള്ളേരും 2 അമ്മമാരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിവിടെ നിന്ന് ഒരു പിടുത്തം പിടിച്ച് നേരെ നമ്മുടെ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഞാനൊരു 10 വർഷം മുന്നേ കണ്ടതാണ് കേട്ടോ എയർപോർട്ട്. അത് രാത്രിയാണ് കണ്ടതാണ്. അപ്പോൾ ഇത്ര വിശാലമായിട്ടൊന്നും എനിക്ക് കാണാൻ പറ്റില്ല കേട്ടോ. ഇന്നിപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ആകെ അത്ഭുതമായി. ഇത്രയ്ക്കൊക്കെ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ചേട്ടൻ പറയും ഇതൊന്നല്ല, രാത്രി അടിപൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ അത് നമ്മൾ എയർപോർട്ടിൽ ഇങ്ങനെ ഓരോ സംശയങ്ങളൊക്കെ ചേട്ടനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്നും അറിയില്ലല്ലോ ഇതിനെക്കുറിച്ചൊന്നും. അപ്പോൾ ഇതിന് ഓരോ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ഭാഗങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ പുത്രൻ്റെ പെട്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവനാണ് പോകണമെന്ന് തോന്നും കേട്ടോ. പിന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ നിന്നു. ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ എല്ലാവരും ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അത്ര വലിയ സന്തോഷമൊന്നും പറയാനായിട്ട് ഉണ്ടായിരുന്നില്ല. എന്നാലും പക്ഷേ നല്ല സങ്കടമായിരുന്നു. ഞാൻ പുറത്തോട്ടൊന്നും കാണിച്ചില്ല. ഞാൻ കുറേയൊക്കെ പിടിച്ച് നിൽക്കും കേട്ടോ. പക്ഷേ അമ്മയ്ക്ക് ഇതേ ഭയങ്കര കരച്ചിലായിരുന്നു. അമ്മയ്ക്ക് അങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റില്ല. പിന്നെ കിടുമോനൊക്കെ ഉമ്മ കൊടുത്ത് പിന്നെ എല്ലാവരും കെട്ടിപ്പിടിച്ചവൻ. പിന്നെ അതേ ഉള്ളിലേക്ക് കയറേണ്ട സമയമായിട്ടാണ്. അപ്പോൾ അവൻ വേഗം പോകാൻ നോക്കണ്ട് പെട്ടിയൊക്കെ എടുത്തിട്ട്. പിന്നെ ഇവിടുത്തെ ചേട്ടന്മാരും കൂട്ടുകാരന്മാരൊക്കെ സെൽഫി എടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ. അവർക്ക് പിന്നെ വിഷമം ഉണ്ടായില്ല. അവരും പുറത്ത് കാണിക്കില്ലല്ലോ, ആണുങ്ങളല്ലേ. അപ്പോൾ ഇതേ ഉള്ളിലേക്ക് കയറാനായിട്ട് അവൻ പോകുന്നുണ്ട്. പിന്നെ അവിടെ നിന്നിട്ട് അങ്ങോട്ടൊക്കെ എടുക്കാണ്ട്. പിന്നെ അവൻ്റെ കൂടെ 15 പേരുണ്ട്. അതിൽ 2 പേര് ഞങ്ങൾ കണ്ടുവിട്ടെ കണ്ണൂരുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ അവൻ്റെ അടുത്ത് നിൽക്കുന്നത്, കണ്ണൂക്കാർ. പിന്നെ അവൻ്റെ ടിക്കറ്റ് എടുത്ത് എന്നിട്ട് ഉള്ളിലേക്ക് കയറുന്ന സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ നോക്കിയില്ല കേട്ടോ. പിന്നെ ചേട്ടനാണെങ്കിൽ വീഡിയോ ഒക്കെ എടുത്ത് തന്നത്. കാരണം നമുക്ക് അതിനേക്കാൾ വിഷമമാവില്ല പിന്നെ കണ്ടു കഴിയുമ്പോൾ. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ പ്ലെയിൻ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ നോക്കി നിന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നമ്മൾ എന്തെങ്കിലും പോകുമ്പോൾ ഇത്രയും ദൂരം പോയതിലും കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോകുന്നു. വീട്ടിലോട്ട് പോകുന്നപ്പോൾ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ഒരു 5:30 സമയമായിരുന്നു. അപ്പോൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ സൂപ്പറായിരുന്നു. അപ്പം ചേട്ടൻ പറയും സൂപ്പറെന്ന് ചേട്ടൻ പറയും ഇപ്പോഴല്ലേ രസം രാത്രിയാന്നൊക്കെ പറയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കൊരട്ടയത്തിപ്പിളേ നല്ല ബ്ലോക്കായിരുന്നു. നമ്മുടെ മഴയും ഒക്കെ പേര് നിറച്ച് ചെളി ഇതൊക്കെ ആയിട്ട് അതിനേക്കാളും ഭയങ്കര കഷ്ടമായിരുന്നു കേട്ടോ. റോഡ് പണി നടക്കുന്ന കാര്യം കൊണ്ടേ ഞാനിപ്പോൾ പറയുമല്ലോ ആംബുലൻസൊക്കെ വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന്. പിന്നെ നമ്മുടെ ചാലക്കുടി ചെയ്തപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാത്ത കാരണേ അവൻ പോലെ. അപ്പോൾ അതിൻ്റെ ടെൻഷനിലൊന്നും കഴിച്ചില്ല. അപ്പോൾ പിന്നെ ഞങ്ങളൊരു വടയും ഞാൻ സുഖിനായിട്ടാണ് കഴിച്ചേ. അപ്പോൾ ചെറുപയറല്ല, അപ്പോൾ നല്ല പ്രോട്ടീനല്ല. അപ്പോൾ ഞാനത് കഴിച്ചു തന്നെ. പിന്നെ എൻ്റെ പുത്രനെ കുറേ ദിവസമായി പറഞ്ഞ പെനിയിൽ പോയി ഐസ്ക്രീം കഴിക്കണം. അപ്പോൾ ചേട്ടനൊന്നും നോക്കിയില്ല. നേരത്തെ അവനെയും കൊണ്ട് പെനിയിലേക്ക് കയറാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അവൻ്റെ ആഗ്രഹം ഒന്ന് സഹായിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ അമ്മ ഉണ്ടായല്ലോ, അമ്മയും ഞാനും ഡൂഡും കീടും ചേട്ടനും എല്ലാവരും കൂടിയിട്ടാണ്. ഞാനും ചേട്ടനും അമ്മയും കഴിച്ചില്ല കേട്ടോ. 2 കൂടെ കുറേ തിരക്കി ലാസ്റ്റ് ഫ്രണ്ട് ബ്ലൂബെറി എടുത്ത് അവിടെ നിന്ന് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. നല്ല സൂപ്പറാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തിന്ന് കഴിക്കും. ഇന്നത്തെ വീട് നമുക്ക് ഇഷ്ടപ്പെട്ടു.